ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും JR ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്നത് പോലെ ഒരു വീഡിയോ എങ്ങനെ കൈൻമാസ്റ്റർ വഴി ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. എന്നിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. അതിനായി ഫോൾഡറിൽ പോയി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സ്ക്രോൾ ചെയ്ത് ഒരു 30 സെക്കൻഡ് വരെ വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്ക് വരിക. അതിനുശേഷം ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് അതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായി റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സാച്ചുറേഷനും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായി ഇമേജ് ഒന്ന് സൂം ചെയ്ത് വെക്കണം. അതിനായി ഇമേജ് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ സെൻറ്ററിലുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് ചെറുതായി ഒന്ന് സൂം ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് പോവുക. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. ഫോൾഡറിൽ പോയി ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ സെൻറ്ററിൽ പോയി ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ബ്ലെൻഡിങ് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ലിറിക് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. ഫോൾഡറിൽ പോയി ലിറിക് വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ലിറിക് വീഡിയോ സൂം ചെയ്ത് കറക്റ്റായി സൂം ചെയ്ത് താഴത്തേക്ക് വെക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പോയി ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ബോർഡർ ഇമേജ് ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. ബോർഡറിൽ പോയി ബോർഡർ ഇമേജ് ആഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ സെൻറ്ററിൽ ഫിൽ സ്ക്രീൻ ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ബോർഡർ ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് അവസാനം വരെ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിരിക്കുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തതായി ഇത് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി മുകളിലുള്ള ഏറോ മാർക്ക് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1050 കീ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.